58-ാം ജന്മദിനാഘോഷം രാജ്യമെമ്പാടും ആഘോഷിക്കുകയാണ്. 58-56 നമ്പർ ശ്രീ മഹാദേവ NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ 148-ാം മന്നം ജയന്തി ആഘോഷവും അതിനോടനുബന്ധിച്ച് 148 ദീപം തെളിയിച്ചും ഉദ്ഘാടനം ചെയ്യുകയാണ്. താലൂക്ക് യൂണിയൻ മെമ്പർ കലാകാരൻ ശ്രീ ബിജു കിഴക്കനാലയുടെ ശ്രീമദ് ഭഗവത്ഗീതയുടെ കൈയെഴുത്ത പ്രതിയുടെ പ്രകാശനവും ഇവിടെ വച്ച് നടക്കുകയാണ്. ആചാര്യ അനുസ്മരണം. കരയോഗത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ A.K. അൻകുമാർ റിപ്പോർട്ട്. ശ്രീ മഹാദേവ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ 148-ാമത് മന്നം ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ കരയോഗത്തിൽ സംഘടിപ്പിച്ചുള്ള പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മന്നത്ത് ആചാര്യന്റെ ജയന്തി ആഘോഷം ചങ്ങനാശ്ശേരിയിൽ വളരെ ഗംഭീരമായ രീതിയിൽ നടക്കുകയാണ്. നമ്മുടെ കരയോഗത്തിൽ നിന്നുള്ള അംഗങ്ങളും അവിടെ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഭാഗമായി നമ്മുടെ കരയോഗത്തിലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എത്തിച്ചേർന്ന ഓരോ അംഗങ്ങൾക്കും ഞാൻ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അകത്ത് പോയി പിന്നെ കത്തിക്കുമ്പോൾ നല്ല കാറ്റ് വീണ്ടും ആ ഉടുപ്പ് കൊണ്ട് ആ എണ്ണ കൊണ്ടുപോവുകയാണ്. ആ ഉടുപ്പ് പിടിക്കും വീട്ടിൽ പോയി കേട്ടോ. ഇതെല്ലാം അവിടെ പിടിച്ചിട്ട് പോയാൽ മതി കേട്ടാ. താലൂക്ക് ഭരണസമിതി അംഗം ശ്രീ ബിജു കിഴക്കനാലയുടെ ഞാൻ പറഞ്ഞ പോലെ ശ്രീമദ് ഭഗവത്ഗീതയുടെ കയ്യെഴുത്ത് പ്രതിയാണ്. എനിക്കൊന്ന് ലോകത്തിൽ ആദ്യമായിട്ടാണ് 18 അധ്യായങ്ങളുള്ള ഒരു കയ്യെഴുത്ത് പ്രതി, അത് അതിമനോഹരമായിട്ടുള്ള കയ്യക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ആത്മീയ പഠന ക്ലാസ്സിനെല്ലാം വളരെയേറെ ഉപകാരപ്രദമാകുന്ന ഒരു കയ്യെഴുത്ത് പ്രതിയാണ് ഇത്. നമുക്ക് ഇവിടുന്ന് ഇത് തന്നെ കോപ്പിയാക്കി നമുക്ക് ചങ്ങനാശ്ശേരി ഉൾപ്പെടെ താലൂക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കരയോഗത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മളിത് കൊടുത്താൽ എക്കാലവും ഇത് നിലനിൽക്കും. അതുകൊണ്ട് എല്ലാ കരയോഗങ്ങളിലും തുടർന്നുള്ള ആത്മീയ പഠന ക്ലാസ്സിന് ഒരു പാഠപുസ്തകമായി ഇത് ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇത് പ്രകാശനം ചെയ്യുകയാണ്. നമ്മളെ ഇലക്ട്രൽ മെമ്പർ ചങ്ങനാശ്ശേരി പോലുള്ള ആളാണ്. ഇലക്ട്രൽ മെമ്പർക്ക് ഇത് ആദ്യ പ്രതി കൊടുത്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക. ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി 148 ദീപങ്ങളാണ് ഇവിടെ തെളിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ബിജു കിഴക്കനാലയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള നമ്മുടെ കരയോഗത്തിന്റെ കുടുംബാംഗങ്ങൾ, വളരെ അഭിമാനമുള്ള ഒരു ദിവസം കൂടിയാണ്. ഇങ്ങനെ ഒരു ഇന്നത്തെ ഈ ജയന്തികളിൽ ഇങ്ങനെ പ്രവർത്തനം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഇന്ന് ഉച്ചയ്ക്കാണ് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇത് ഇങ്ങനെ ചെയ്യാം എന്ന് തീരുമാനമെടുത്തു. ഭഗവത്ഗീത എന്ന പുസ്തകം എന്നെ ആകർഷിച്ചത് E.K. നായനാർ കേരള മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം മാർപ്പാപ്പയെ കാണാനായി. E.K. നായനാർ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ മാർപ്പാപ്പയ്ക്ക്, ലോക ക്രിസ്ത്യൻ സഭയുടെ തലവനായ മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി നൽകിയത് ഭഗവത്ഗീതയായിരുന്നു. പിന്നീട് അങ്ങോട്ടാണ് ഇതിന്റെ ഒരു മഹാത്മ്യം മനസ്സിലാക്കിയത്. ഭഗവത്ഗീത ഏകദേശം 2 തവണ വായിക്കുകയും പിന്നീട് ഇങ്ങനെ ഒരു എഴുത്തിന്റെ ഐഡിയയിലേക്ക് പോവുകയായിരുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ ഭഗവത്ഗീത എന്ന ഒരു പുസ്തകം ഉറപ്പായും സൂക്ഷിക്കേണ്ടതാണ്. അതിൽ ഒരു പേജെങ്കിലും
ഇല്ലെങ്കിൽ ഒരു അധ്യായമെങ്കിലും തീർച്ചയായിട്ടും നമ്മളൊക്കെ വായിച്ചിരിക്കും. ഈ ഒരു സന്ദേശ പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റിയ ഏവർക്കും സ്നേഹ നമസ്കാരം. കരയോഗ അംഗവും ദീർഘകാലം നിലമേ കോളേജിലെ പ്രൊഫസറുമായിട്ടുള്ള സുരേഷ് ബാബു സാറിനെ ആശംസ പ്രസംഗത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മന്നത്ത് പത്മനാഭന്റെ കേരളത്തിന് പൊതുവെ മാർഗദീപമായിരുന്നു എന്നത് ഓർക്കുമ്പോഴാണ് ഇന്നത്തെ നമ്മുടെ ജയന്തി ആഘോഷത്തിന് ഈ ദീപം തെളിക്കുന്ന പ്രതീകാത്മകമായ ചടങ്ങിന്റെ അർത്ഥം നമുക്ക് കൂടുതൽ വ്യക്തമാണ്. കരയോഗമാണ് NSSന്റെ ആത്മാവ്. കരയോഗമാണ് NSSന്റെ ആത്മാവ്. കരയോഗമാണ് ഏറ്റവും അടിസ്ഥാന ശീല. നിങ്ങളുടെ സന്തോഷപ്രദമായ ഈ ദീപം തെളിക്കലിൽ ഞാൻ പങ്കാളിയായതിൽ എനിക്ക് ഏറ്റവും വിനീതമായിട്ട് സ്നേഹ സൗഹൃദവും തോന്നിപ്പോവുകയാണ്. ഏറെ പ്രിയമുള്ള കരയോഗ അംഗങ്ങൾ, നമ്മുടെ ആചാര്യൻ്റെ 148ാം ജന്മദിനം നമുക്ക് ഇത്തരത്തിൽ ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു നൂറ്റാണ്ടോളം 92 വയസ്സ് വരെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് വളരെ കാര്യമായി ജീവിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും NSS അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ സ്മരണയെ നിലനിർത്തുന്നതുമായ പ്രവർത്തനങ്ങളാണ് എല്ലാ നമ്മുടെ NSSന്റെ ആസ്ഥാനം മുതൽ മറ്റുള്ള NSS കരയോഗം വരെ കൈയെഴുത്ത് പ്രതിയായി പ്രകാശനം ചെയ്ത ശ്രീമദ് ഭഗവത്ഗീതയുടെ പ്രകാശനം നടന്നു. അതിൽ വളരെ അഭിമാനിക്കുന്നു. നമ്മുടെ ഒരു കരയോഗ അംഗം എത്ര ആത്മാർത്ഥ, എത്ര ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആചാര്യന്റെ 148ാം ജന്മദിനത്തിൽ പങ്കെടുത്ത എല്ലാ കരയോഗ അംഗങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ആദ്യമായി നന്ദി പറയുന്നു. കൂടാതെ കണ്ട് ഇന്ന് പ്രകാശനം ചെയ്ത പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്ക് മന്നത്ത് പത്മനാഭൻ അവരുടെ ജന്മദിനമാണ് നമ്മളെല്ലാവരും ആഘോഷിച്ചത്. 148 വിളക്ക് കത്തിച്ച് സുരേഷ് ബാബു സാർ പറഞ്ഞ പോലെ പ്രതീകാത്മകമായിട്ടുള്ള ആഘോഷം